പദ്ധതികളിലൊക്കെ ചെന്ന് പെടുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ നമ്മൾ ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്നത്. കാരണം വലിയ എമൗണ്ട് പെടുന്നതിലാണ്. പക്ഷെ വലിയ എമൗണ്ട് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ, പക്ഷെ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾക്ക് വിധേയമാവുന്നത് ഓഫ്ലൈനാണ്. അതായത് ഓരോ സ്ഥാപനങ്ങൾ കൂടുതൽ പലിശ പറഞ്ഞിട്ട് നമ്മളതിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന പദ്ധതികളിലാണ് കൂടുതൽ ആൾക്കാർ പെട്ടുപോകുന്നത്. അപ്പൊ ഇതിനൊക്കെ ബേസിക്കായിട്ട് ഞാൻ കാണുന്ന ഒരൊറ്റ കാര്യമാണ്, നമുക്ക് ആർത്തി എന്ന് പറയാം, പേടി എന്ന് പറയാം. അതായത് നമ്മുടെ വികാരങ്ങളെ ചൂഷണം ചെയ്തിട്ടാണ് ഈ വക തട്ടിപ്പുകളൊക്കെ അരങ്ങേറുന്നത്. വികാരങ്ങളെ ചൂഷണം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ തട്ടിപ്പ് നടത്തുന്നവർ അത്ര പറ്റുകളാണ്. ഓഫ്ലൈൻ തട്ടിപ്പുകൾ നമ്മൾ പെട്ടുപോകുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ ഈ പദ്ധതികളിൽ ചേർക്കാൻ വരാൻ നമ്മുടെ ബന്ധുക്കള്, സുഹൃത്തുക്കൾ, അവരുടെ മക്കളൊക്കെയോ ഇവർക്ക് ആർക്കും നമ്മളെ പഠിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തിലല്ല വരണ്ടേ. നമുക്കൊരു അധിക വരുമാനമുള്ള ഒരു പദ്ധതിയിൽ നമ്മൾ ചേർക്കുന്നു, അവർക്കൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ ജോലി സ്ഥിരത, അതൊക്കെ അവരുടെ മുന്നിലുള്ളൂ. പക്ഷെ നമ്മുടെ ഈ വികാരങ്ങൾ അവരോടുള്ള വാത്സല്യം